ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ലാസ്റ്റ് ഡേറ്റ് വരെ പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ അനലൈസ് ചെയ്തിട്ട്, അതായത് 2024 നടന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ എക്സാം അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന്റെ സിലബസ് വരുന്നത് ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, ജനറൽ സയൻസ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത് ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിൽ നിന്നാണ്. നമുക്കറിയാം മാത്സിന്റെയും റീസണിങ്ങിന്റെയും കേസ് എടുക്കുമ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് രണ്ടിൽ നിന്നും വരുന്നത്. അപ്പം മാത്സിൽ നിന്ന് 25, റീസണിങ്ങിൽ നിന്ന് 25. അപ്പം ഒട്ടുമിക്ക റീസണിങ് ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ മാത്സിന്റെ കേസിലും എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നീട് വരുന്നതാണ് ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും. ഇപ്പോൾ ജനറൽ അവയർനെസ്സിന്റെ കേസ് നോക്കുവാണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ടോപ്പിക്കാണ്. അപ്പൊ ജനറൽ സയൻസിന്റെ കേസിൽ നമുക്ക് ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പം ഈ 3 സബ്ജക്റ്റുകൾ ചേരുന്നതാണ് ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത്. അപ്പം ബയോളജിയിൽ നിന്ന് മോസ്റ്റ്ലി 13 മുതൽ 14 ക്വസ്റ്റ്യൻസ്, അതേപോലെ കെമിസ്ട്രിയിൽ നിന്നും 13 മുതൽ 14 ക്വസ്റ്റ്യൻസ്, ഫിസിക്സിൽ നിന്നും 13 മുതൽ 14 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഒട്ടുമിക്ക ഷിഫ്റ്റിലും കണ്ടിരിക്കുന്നത്. അപ്പം ഇതിന്റെ നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവാം, എങ്കിലും ഏകദേശം 15-14 ക്വസ്റ്റ്യൻസിനടുത്താണ് ബയോളജിയിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 സബ്ജക്റ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം പഠിക്കാൻ. ഇപ്പോൾ ബയോളജി മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ബയോളജി പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം. ഈ 3 സിലബസും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോവാൻ. ഓർക്കുക, 40 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ മാർക്കുള്ള സെക്ഷനും ജനറൽ സയൻസ് എന്നുള്ളതാണ്. ഇപ്പം മാത്സ് ടഫ് ഉള്ളവർ കാണും, റീസണിങ് ടഫ് ഉള്ളവർ കാണും. അപ്പം അവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത് 40 മാർക്ക് ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് ജനറൽ അവയർനെസിന്റെ കേസ് പറയുമ്പോൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 10 മാർക്ക്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, അതേപോലെ പൊളിറ്റി, എക്കണോമിക്സ്, പിന്നെ വീട് വരുന്നതാണ് സ്റ്റാറ്റിക് GK. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് 8 മുതൽ 9 ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ഈ ബാക്കി പറഞ്ഞ ഹിസ്റ്ററിയിൽ നിന്നായാലും പൊളിറ്റിയിൽ നിന്നായാലും എക്കണോമിക്സിൽ നിന്നായാലും സ്റ്റാറ്റിക് GKയിൽ നിന്നായാലും ഒക്കെ നമുക്ക് 0 to 1 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്ത ഷിഫ്റ്റുകളിലെല്ലാം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചിലപ്പോൾ ആ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിനാണ്. അപ്പൊ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ കാര്യത്തിൽ പഠിക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അവിടെയാണ് 8 മുതൽ 9 മാർക്ക് വരെയും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 2024ലെയും 2025ലെയും കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 8 മുതൽ 9 മാർക്ക് വരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ടോപ്പിക് ആണെങ്കിലും നമ്മൾ ഈ PYQ അനലൈസ് ചെയ്തതിൽ നിന്ന് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ഇത്രയധികം മാർക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഏതൊക്കെ ജനറൽ സയൻസിന്റെ കേസിലും അതേപോലെ ജനറൽ അവയർനെസിന്റെ കേസിലും എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. മാത്സും റീസണിങ്ങും നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുക തന്നെ വേണം. കാരണം എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായാലും ഉണ്ടാവും. ഇപ്പോൾ 25 മാർക്ക് വീതമാണ് രണ്ടിനും വരുന്നത്. പിന്നീട് വരുന്നതാണ് ജനറൽ സയൻസ് 40 മാർക്ക്. ആ 40 മാർക്ക് ഈക്വൽ ആയിട്ട് തന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട് അവിടെ. പിന്നീട് വന്ന ജനറൽ അവയർനെസ്സിന് നമ്മൾ കൂടുതൽ ഫോക്കസ് കറണ്ട് അഫയേഴ്സിന് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ടെക്നീഷ്യനായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പം പഠിച്ചു തുടങ്ങേണ്ട ടൈം കഴിഞ്ഞു, കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 6000-ലധികം വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ടെക്നീഷ്യൻ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1നും ഗ്രേഡ് 3ക്കുമായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്.
നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും, അതേപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ടാവും, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും, അതേപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും അടങ്ങിയ ഒരു ബാച്ച് ആയിരിക്കും നമ്മുടെ ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3യുടെ ഓൺലൈൻ കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.